ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് തോമുകുട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, 5th ബർത്ത്ഡേ ആണ്. അപ്പോൾ അതേ തോമുവിന് സർപ്രൈസ് കൊടുക്കാൻ രാവിലെ തന്നെ ഡിമ്പിൾ എഴുന്നേറ്റ് വന്നിട്ട് കുറേ കാര്യങ്ങൾ സ്റ്റെപ്പ് തൊട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യം ഞങ്ങൾ വേറൊരു സമയത്ത് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഡിമ്പിളിന് എന്താ പറയുക, അവന് നേരത്തെ വിടും. അപ്പോൾ പിള്ളേരാരും എഴുന്നേക്കില്ല. അപ്പോൾ തോമുവാണ് ആദ്യം എണീക്കുക സ്കൂളിൽ പോകാനായിട്ട്. അപ്പോൾ അവനെ കാണിക്കാനായിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് 5 ഗിഫ്റ്റായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഡിമ്പിൾ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ തോമൻ്റെ എക്സൈറ്റ്മെൻറ്റ് കേട്ടിട്ട് തന്നെ പാച്ചുവിന് റൂമിൽ ഇരിക്കപ്പുറത്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം ഇറങ്ങി വന്നു. അപ്പോൾ തോമുനെ പൊട്ടിച്ച് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ആദ്യം എടുത്ത് വെക്ക്, നമുക്ക് സ്കൂളിൽ പോയിട്ട് വന്നിട്ടൊക്കെ നോക്കാം. പിന്നെ നമുക്കറിയാമല്ലോ, പിള്ളേർക്ക് ഒബ്വിയസ്ലി ഗിഫ്റ്റുകളൊക്കെ കിട്ടിയാൽ അത് അപ്പം തന്നെ തുറന്ന് നോക്കി അതിനകത്ത് എന്താണ്, അവർക്ക് ഇഷ്ടമുള്ള സാധനമാണോ എന്നൊക്കെ നോക്കാൻ അവർക്ക് ഭയങ്കര താല്പര്യമാണല്ലോ. ആ ഒരു ഗിഫ്റ്റ് ആക്ച്വലി ഡിമ്പിൾ ലാസ്റ്റ് പൊട്ടിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. പക്ഷേ അവനത് ആദ്യം ഡിമ്പിളിൻ്റെ മുഖം അങ്ങ് മാറിയിട്ടോ. പക്ഷേ എന്താ ഒന്നുമില്ല പറഞ്ഞു. ഞാൻ ലാസ്റ്റ് പൊട്ടിക്കാനിരുന്ന സാധനമാണ് അവൻ ആദ്യം പൊട്ടിച്ചത്. അപ്പോൾ ബ്ലോക്സ് ആയിരുന്നു. അവനത് നോക്കി വെച്ചു. അടുത്തത് പൊട്ടിക്കാനുള്ള ആ ഒരു ശ്രമത്തിലായിരുന്നു കേട്ടോ. അതെനിക്ക് ബ്ലോക്സ് കിട്ടി, എനിക്ക് ലെഗോ കിട്ടി, അങ്ങനെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഡിമ്പിൾ ഇങ്ങനെ അവനോട് പുറകെ നടന്ന് ഓരോന്നും ചോദിക്കണ്ടായിരുന്നു, നിനക്ക് എന്താ വേണ്ടത് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട്. അപ്പം അവൻ്റെ നിന്ന് ലിസ്റ്റൊക്കെ പോയി. അപ്പോൾ ഡിമ്പിൾ പറഞ്ഞു, എടാ നീ അത് പൊട്ടിച്ചിട്ട് നോക്കാം, അതിനകത്തൊരു സാധനം ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്, ഒരു ബോക്സ്. അപ്പം അവൻ ചോദിക്കുന്നത് മിസ്റ്ററി ബോക്സ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് അത് സമാധാനമില്ല കേട്ടോ. മറ്റേത് അത് കുഞ്ഞു ബോക്സ് കൊടുത്തത് അവനോട് വെച്ചു. അവനടുത്തത് പൊട്ടിക്കാൻ തുടങ്ങി. അത് ഡിമ്പിളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു റിമോട്ട് കാർ വേണം കൊച്ചു എന്ന് പറഞ്ഞപ്പം ഡിമ്പിൾ റിമോട്ട് കാർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പിയായി. അവൻ്റെ റിമോട്ട് കാർ അവൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പക്ഷേ അവന് എപ്പോൾ ചോദിച്ചാലും കുറച്ച് റിമോട്ട് കാറുകളുടെ പേര് പറയും, അല്ലെങ്കിൽ ഇവർ കാണുന്ന എന്തെങ്കിലും വീഡിയോ സംബന്ധമായ കാർ റേസുകൾ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക്. അപ്പോൾ കാറിനെക്കുറിച്ച് ഗവേഷണങ്ങൾ കുറച്ച് കൂടുതലാണ്. പാച്ചുവിനായാലും തോമുവിനായാലും. ചാക്കോയ്ക്ക് ആകെ അറിയാവുന്ന ഓടി മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും, ഏത് വണ്ടി കണ്ടാലും അത് ഓടിയാണ്. അങ്ങനെ ഓരോന്ന്. അപ്പം ഞങ്ങൾ പറയണം, എടാ അത് പൊട്ടിക്കട. ഡിമ്പിൾ പൊട്ടാ വിളിച്ച് മടുത്തു കേട്ടോ. നമ്മൾ പിള്ളേരെ അങ്ങനെ ദേഷ്യം വരുമ്പോൾ അങ്ങനെയൊന്നുമല്ല, അവർ ശ്രദ്ധിക്കാതെ വരുമ്പം നമ്മൾ വിളിക്കുന്നുണ്ട്. കുറേ പേര് എന്തിനാണ് നിങ്ങൾ മക്കളെ പൊട്ടാന്ന് നമ്മൾ ചില ഇത് സ്നേഹം കൂടുമ്പോൾ അല്ലെങ്കിൽ കുറുമ്പ് കൂടുമ്പോഴൊക്കെ ചെക്ക എന്നൊക്കെ വിളിക്കുന്ന പോലെയാണ് കേട്ടോ. അപ്പോൾ അറ്റ് ലാസ്റ്റ് അവനെ കൊണ്ട് പറഞ്ഞ് ഞങ്ങളത് തുറന്ന് നോക്കിച്ചു കേട്ടോ. അപ്പോൾ അവൻ നോക്കിയപ്പം ഗോൾഡിൻ്റെ ബോക്സാണ്. ഗോൾഡല്ല, അവൻ തന്നെ പറഞ്ഞത് ഗോൾഡല്ല. അങ്ങനെ അവനൊരു വിധത്തിൽ തുറക്കാൻ നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് വിചാരിച്ചു. അവനത് അടച്ചു. അവനെന്താന്ന് അങ്ങനെ വായിക്കാനുള്ളൊരു പ്രായമായിട്ടില്ലല്ലോ. അങ്ങനെ ഡിമ്പിൾ വന്ന് തുറന്ന് കാണിച്ചു. ഞാൻ പറഞ്ഞു, ഡിമ്പിൾ അവന് വായിക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ അവരൊരു ഡേ ഔട്ടിന് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മോനും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അങ്ങനെ പക്ഷെ അവനത് മനസ്സിലായില്ല, എഴുതുന്നു അവന് മനസ്സിലായില്ല. അവൻ ആ ഗിഫ്റ്റ് പൊട്ടിക്കുന്നതിൻ്റെ ആരവമായിരുന്നു. ഇത് ഡോക്ടർ സെറ്റ് വേണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഡിമ്പിൾ പറഞ്ഞു കേട്ടോ. അങ്ങനെ അത് റെഡിയാക്കുകയാണ്. അപ്പോൾ പൊട്ടിച്ചിട്ടും മതിയാവണില്ല അവന്. ഞാനിതിൻ്റെ ഓൺ വോയിസ് കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ചാക്കോ ഉറങ്ങായിരുന്നു. അപ്പോൾ നമ്മുടെ താഴത്തെ സൗണ്ട് കേട്ടാൽ ഒബ്വിയസ്ലി എഴുന്നേക്കും. അപ്പം അലക്സയിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാട്ട് എനിക്ക് എന്തായാലും കോപ്പറേറ്റ് കിട്ടുന്നതുകൊണ്ട് മാത്രം ഞാനത് മ്യൂട്ടാക്കിയിട്ട് വോയിസ് ഓവർ കൊടുക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു വോയിസ് ഓവർ ഇല്ലാണ്ടൊരു വീഡിയോ ആക്കി ഇടണമെന്ന്. പക്ഷെ നമ്മൾ പോയ സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ആ പ്ലാൻ ഒത്തുചേർന്നില്ല. അതുകൊണ്ട് തന്നെ വോയിസ് ഓവറിലേക്ക് നമ്മൾ പോകേണ്ടി വന്നു. എനിവേ കുഴപ്പമില്ല, ഞാനും നിങ്ങളോട് സംസാരിച്ചിട്ട് കുറേ നാളായല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബർത്ത്ഡേയുടെ അന്ന് തന്നെ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ചെയ്യാം. കുറേ പേര് സ്റ്റിൽ വിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം എത്ര മണിയായി? ഇപ്പം 4:30 ആയിട്ടുണ്ട്. ഇത് ഞാനിനി എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്തിട്ട് എപ്പോൾ അപ്ലോഡ് ചെയ്യും എന്ന് എനിക്കറിയില്ല. പിള്ളേരുടെ മൂഡ് മാറുന്നതിനനുസരിച്ചാണ് കേട്ടോ. ഇന്നപ്പോൾ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, രാവിലെ തോമസ് സ്കൂളിൽ വിടുന്നതിന് മുമ്പ് പള്ളിയിൽ പോവുക, അച്ഛൻ്റെ അടുത്ത് പോവുക, കൊച്ചിൻ്റെ അടുത്ത് പോവുക, എന്നിട്ട് സ്കൂളിൽ പോവുക. സ്കൂളിൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ തോമുനും കൊണ്ട് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോവാം. എല്ലാം കഴിയുമ്പോൾ പിള്ളേരെ പിക്ക് ചെയ്തിട്ട് അവർക്കും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ട് വരാം. ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് പോസ്റ്റിംഗ് ഉണ്ട്, ബർത്ത്ഡേക്ക് ഡെക്കറേറ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങനെ തോമോ ചോക്ലേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കിറ്റ്കാറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ തോമോ എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആൻഡ് ഓവർ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ.
കാരണം അത് ഡിംപിൾ ഓർഗനൈസ് ചെയ്തതും പിന്നെ അവന് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചൊക്കെ ആയപ്പോൾ അവൻ ഭയങ്കര സന്തോഷമായി. അങ്ങനെ അതൊക്കെ എടുത്ത് പൂട്ടി കെട്ടിയത് ഞങ്ങൾ സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ കുമ്പിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ദേ നടയിൽ തൊട്ട് പ്രാർത്ഥന നമ്മുടെ കുരുക്കഴിക്കുന്ന മാതാവ് ഇരിക്കുന്നുണ്ടോ. നമുക്ക് ഇതിൻ്റെ സ്റ്റാച്യു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മളത് സെൻഡ് ചെയ്ത് തരും കേട്ടോ. കിട്ടിയ എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമായിരുന്നു, ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഞാനും ഡോൺ ചേട്ടനും തോമും ദേ സ്കൂളിലേക്ക് ഇറങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആദ്യം പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണം, പിന്നെ അച്ഛൻ്റെ അടുത്ത് പോകണം, കെസ്റ്ററിൻ്റെ അടുത്ത് പോകണം. അപ്പോൾ കെസ്റ്ററിന് വേണ്ടിയിട്ടുള്ള പൂവൊക്കെ ഞാൻ ഇന്നലെ രാത്രി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. തോമു പറഞ്ഞു അവന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്നായിരുന്നു തോമുവിൻ്റെ ആഗ്രഹം. തോമു പറഞ്ഞു ടെഡി ബെയർ വാങ്ങിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞു അവന് ടെഡി ബെയറും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല തോമു, അവന് പൂക്കളും മെഴുകുതിരികളുമാണ് ഇഷ്ടം. എന്നാൽ ശരി. അവൻ തോമുവിന് ആകെയുള്ള ഡിമാൻഡ് നമ്മുടെ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വരത്തില്ലേ, നമ്മുടെ ഫ്രഷ് ഫ്ലവർ തന്നെ ഓർഗനൈസ് ചെയ്ത് വരുന്നത്, അങ്ങനെ വാങ്ങിച്ചാൽ മതി, അവൻ അതാണ് ഇഷ്ടം. ഞാൻ ഓർത്ത് ഇവൻ എങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത്, എന്താലോചിച്ചിട്ടാണ് ഇത് പറയുന്നതെന്നൊക്കെ വിചാരിച്ചു. എനിവേ അവൻ്റെ കെസ്റ്ററിന് വേണ്ടി പറഞ്ഞ കാര്യം ഞാൻ അവന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. മെഴുകുതിരിയും വാങ്ങിച്ചോളാൻ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ സമയം തന്നെ വളരെ ശാന്തമായ അന്തരീക്ഷത്തിലാണ് പള്ളിയിൽ. അപ്പോൾ സ്വസ്ഥമായിട്ട് പോയിട്ട് ഈശോയുടെ അടുത്തും മാതാവിൻ്റെ അടുത്തും വേളാങ്കണ്ണി മാതാവിൻ്റെയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, രൂപം വെച്ചിട്ടുണ്ട്. അപ്പ എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ നിൽക്കുക അതുപോലെ തന്നെയാണ് കേട്ടോ തോമു നിൽക്കുക. അപ്പയുടെ സ്റ്റൈൽ കോപ്പി ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് തോമുവിന്. ഡോൺ ചേട്ടനും തോമുമാണ് സ്പെഷ്യൽ ബോണ്ട്. എനിക്ക് എന്താ പറയുക, എനിക്ക് നോക്കുക, അവൻ്റെ കാര്യങ്ങൾ എന്താ പറയുക, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അവൻ്റെ തുണി അലക്കി കൊടുക്കുക, അവന് അപ്പമില്ലാത്ത സമയത്ത് കൂട്ടിരിക്കുക, ഈ ഒരു ഡ്യൂട്ടി മാത്രമേ സത്യം പറഞ്ഞാൽ എനിക്ക് അവൻ്റെ കാര്യത്തിലുള്ളൂ. അവന് എന്ത് പറഞ്ഞാലും അവൻ്റെ അപ്പ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അവർ തമ്മിൽ പിണക്കങ്ങൾ വളരെ കുറവാണ്. കൂടുതലും പിണക്കങ്ങൾ വരിക ഈ ടോയ്സ് നശിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ടോയ്സിൻ്റെ പേരിലായിരിക്കും അപ്പയും മോനും വഴക്കുണ്ടാക്കുക. അപ്പോൾ ഡോൺ ചേട്ടനോട് ഇപ്പോൾ എന്നെയാണോ ഇഷ്ടം തോമുവിനെയാണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ പോലും ഡോൺ ചേട്ടൻ നിൻ്റെ പേര് പറഞ്ഞില്ലേ നിനക്ക് വിഷമം, പക്ഷെ എനിക്ക് തോമുവിനെ ഇഷ്ടം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ഡോൺ ചേട്ടൻ്റെ ലോകമാണ് തോമു എന്ന് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനും ചാക്കോച്ചൻ പോലും ഉള്ളൂ കേട്ടോ. ഞാൻ വെറും മൂന്നാമത്തെ പന്തിയിലേ ഞാനുള്ളൂ. ആദ്യം തോമോ ചാക്കോ പിന്നെ ഞാനുള്ളൂ കേട്ടോ. അങ്ങനെയാണ് അവർ തമ്മിലുള്ള ബോണ്ട്, അത്രയ്ക്കും ഡീപ്പാണ് കേട്ടോ. അങ്ങനെ തോമുവിനെ നമ്മുടെ കെസ്റ്ററിനത് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അവനും ഈ പറയുന്ന പോലെ ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് അതിൻ്റെ ഉള്ളിൽ വിഷമിച്ചിരിക്കുകയായിരിക്കും. എന്നാലും അവനെ ഒരവസരത്തിലും നമ്മൾ മറക്കുന്നില്ല എന്നുള്ളത് അവനെയും കൂടെ അറിയിക്കണമല്ലോ. ഇപ്പോൾ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഇതുപോലെ അടിച്ചു പൊളിച്ച് നടക്കേണ്ട ആളാണ്. എന്നാലും നമുക്കൊരു മാലാഖ കുഞ്ഞായിട്ട് അവൻ എവിടെ ഇരുന്നോ ഇതൊക്കെ കണ്ട് എന്താ പറയുക സന്തോഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം അവനെ വിട്ടിട്ടുള്ള വിഷമമായാലും സന്തോഷമായാലും എന്തായാലും കെസ്റ്ററിനെ വിട്ടിട്ടുള്ള കളി ഇവിടെ ആർക്കും തന്നെ ഇല്ല കേട്ടോ. നമുക്കൊരു വിഷമം മനസ്സിനുള്ളിൽ വരികയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും ആദ്യം പോവുക അവൻ്റെ അടുത്താണ് കേട്ടോ. ഒരു തരം വിശ്വാസമാണ് നമ്മുടെ. അവനോടൊന്ന് ജസ്റ്റ് പറഞ്ഞാൽ അവൻ ഈശോയുടെ തൊട്ടടുത്താണല്ലോ ഇരിക്കുക, അപ്പോൾ അവനത് നമുക്ക് സാധിച്ചു തരും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് നേരെ പോയത് വികാരിയച്ഛൻ്റെ റൂമിലേക്കാണ് കേട്ടോ. എപ്പോഴും ചിരിച്ചൊരു മുഖമായിട്ട് ആ പള്ളിമേടയിൽ കാണും കേട്ടോ. ഭയങ്കര എന്താ പറയുക, നമുക്ക് വീണ്ടും വീണ്ടും പോകാൻ തോന്നും അച്ഛൻ്റെ അടുത്ത്. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, അച്ഛൻ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് വെൽക്കം ചെയ്ത് ബർത്ത്ഡേ ആണ്. അപ്പോൾ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാതെ പോകണ്ട. അങ്ങനെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ കയ്യിൽ എപ്പോഴും മിഠായികളാണ്. അച്ഛന് തോമു മിഠായി കൊടുത്തപ്പോൾ തോമുവിന് അച്ഛൻ ബർത്ത്ഡേയുടെ മിഠായി എനിക്കും ഡോൺ ചേട്ടനും ഒക്കെ തന്നു. നിങ്ങൾക്കും ഇരിക്കട്ടെ, അപ്പനും അമ്മയ്ക്കും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾക്കും തന്നു കേട്ടോ. നിങ്ങൾക്ക് അച്ഛനെ ഒട്ടുമിക്ക പേർക്കും, എൻ്റെ വ്ളോഗ് കാണുന്ന ഒട്ടുമിക്ക പേർക്കും അച്ഛനെ എൻ്റെ വീഡിയോയിലല്ലാണ്ട് തന്നെ പേഴ്സണലി അറിയാവുന്ന കുറേ പേരുണ്ട്. എപ്പോഴും ഈ ഒരു സ്മൈലിംഗ് ഫേസ് അച്ഛൻ്റെ മുഖത്തുണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക ഭാഗ്യം എൻ്റെ മോന് ബർത്ത്ഡേ കിട്ടി, അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടി. അങ്ങനെ നമ്മളിനി നേരെ പോണത് സ്കൂളിലാണ് കേട്ടോ. തോമുൻ്റെ ഈ ബർത്ത്ഡേയോടുകൂടി നമ്മൾ പുതിയൊരു സംരംഭം കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. റിട്ടേൺ ഗിഫ്റ്റ്സ്, ബർത്ത്ഡേ റിട്ടേൺ ഗിഫ്റ്റ്സ്. ഇപ്പോൾ കൂടുതലും സ്കൂളുകളിൽ ചോക്ലേറ്റ്സ് അലൗഡ് അല്ല, അതിന് പകരം കുട്ടികൾക്ക് മെമ്മറബിളായിട്ട് എന്തെങ്കിലും പെൻസിൽ, റബ്ബർ, അപ്പം അങ്ങനെ കൊടുക്കുക. അപ്പം നമ്മൾ ഓർത്തു ഒരു കാർഡിൽ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാവുന്നുള്ളത്. സ്റ്റിക്കറൊക്കെ ചെയ്ത് പെൻസിൽ, നമ്മൾ അപ്സരയുടെ പെൻസിലും എറേസറുമാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാർഡും കൂടെ, അവൻ്റെ ഫ്രണ്ട്സിന് ഓർത്തിരിക്കാൻ ഒരു കാർഡും കൂടെ വേണമല്ലോ. പിന്നെ നമ്മൾ മാഗ്നറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പിള്ളേർക്ക് റിട്ടേൺ ഗിഫ്റ്റ്, ഇപ്പോൾ ബർത്ത്ഡേക്ക് മാത്രമല്ല, നമ്മുടെ ബാപ്റ്റിസത്തിന്, വെഡ്ഡിങ്ങിന്, ഇപ്പോൾ വെഡ്ഡിങ്ങിന് പോലും ആൾക്കാർ ഓരോ റിട്ടേൺ ഗിഫ്റ്റുകൾ കൊടുത്തു തുടങ്ങി, കൊന്തകൾ കൊടുത്തു തുടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കല്യാണങ്ങൾക്ക് മിഠായി കൊടുക്കുന്നതിനോട് താല്പര്യമില്ല. പണ്ട് നമ്മുടെ ഫോട്ടോ അടിച്ച കാർഡും മിഠായി തരിക, അതിനേക്കാളും ബെറ്റർ ഇപ്പോൾ കുറേ പേര് കൊന്തകളൊക്കെ കൊടുത്തു തുടങ്ങി. എങ്ങനെയൊക്കെ ടാലി ചെയ്ത് നോക്കിയാലും ആ അമൗണ്ടിൽ നമ്മൾ ഹോൾസെയിലൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ.
അങ്ങനെ ഞങ്ങൾ വീട്ടിലെന്ന് സ്കൂളിൽ കേട്ടോ. അപ്പോൾ റിട്ടേൺ ഗിഫ്റ്റിൻ്റെ കാര്യം മറക്കണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഡ്രീം കളക്ഷൻ്റെ ഒരു പുതിയ സ്റ്റാർട്ടപ്പായിട്ട് തന്നെ കൂട്ടാം. നമ്മൾ അത് സക്സസ്ഫുള്ളായിട്ട് ചെയ്യാം, കോൺഫിഡൻ്റ് ഉള്ളൊരു കാര്യമാണല്ലോ. അങ്ങനെ നമ്മൾ സ്കൂളെത്തി. തോമു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ, സ്കൂളിൽ പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മാം അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവൻ്റെ ക്ലാസ് കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ മാം അത് കഴിഞ്ഞിട്ട് എപ്പോഴും കുട്ടികളെ വെൽക്കം ചെയ്യുന്ന ഒരാളാണ്. എല്ലാ പിള്ളേരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു മാം. അവൻ്റെ ക്ലാസ് ടീച്ചറായിട്ട് പൊക്കി പറയുന്നതല്ല, സച്ച് എ ലവ്വിങ് ലേഡി എന്ന് പറയാം കേട്ടോ. എന്താ പറയുക, ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു സംസാരത്തിലായിക്കോട്ടെ പെരുമാറ്റത്തിലും ഒക്കെ ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ബിന്ദു മാം. അങ്ങനെ തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് വേഗം ചാക്കോച്ചിനെ കുളിപ്പിച്ച് റെഡിയാക്കി സ്കൂളിൽ വിടുകയാണ് കേട്ടോ. ഇനിയാണ് നമ്മുടെ ഡെക്കറേഷനും അതുപോലെ തന്നെ പാക്കിംഗ് ഉണ്ട്. എനിക്ക് കുറച്ച് സാരി പാക്കിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നിൽക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സൊസൈറ്റിയിൽ പോകണമായിരുന്നു. നമ്മുടെ കുറച്ച് കാര്യങ്ങൾക്കായിട്ട് അവിടെ പോകേണ്ടതുണ്ടായിരുന്നു. അപ്പം അതൊക്കെ തീർക്കണം. ഇത് അനു എൽസ ചെയ്തു തന്നൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ എനിക്ക് ചാക്കോച്ചൻ്റെ ബർത്ത്ഡേക്കും എല്ലാ 2 വർഷത്തെ ഫോട്ടോസ് കമ്പൈൻ ചെയ്ത് വളരെ ഭംഗിയിൽ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അത് ആളുടെ ഡെഡിക്കേഷൻ കാണുമ്പോൾ നമുക്കറിയാം അത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു തന്നതാണ്. അതുപോലെ സുലു നല്ല കുറേ ഫോട്ടോസുകൾ കണക്ട് ചെയ്തിട്ട് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് ഇങ്ങോട്ട് അയക്കിയപ്പോൾ അത് മിസ്സായെന്ന് തോന്നുന്നു. അപ്പോൾ സുലുവിനും അതുപോലെ തന്നെ അനുവൽസയ്ക്കും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. നമുക്ക് ഞാൻ അനുവിനോട് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ചോദിച്ചു വാങ്ങിക്കുമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ചിലരത് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യും. നമുക്ക് അവരാരാന്നോ നമ്മളെ എനിക്ക് പേഴ്സണലി അറിയില്ല. ബട്ട് ചിലർ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര നമുക്ക് ഇഷ്ടമാവും. അല്ലെങ്കിൽ അവരത് അയച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന വ്യക്തികളിൽ ഒരാളാണിപ്പം അനു എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ ഡെക്കറേറ്റർ വന്നിട്ടുണ്ട്. ആ ആളാണ് എല്ലാം ചെയ്യുക. ഡിംപിളിനാണ് ഈ ബർത്ത്ഡേ ആഘോഷിക്കുക, വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുക, അങ്ങനെ എല്ലാത്തിനോടും എന്താ പറയുക, എന്താഘോഷങ്ങളും കളർഫുള്ളാക്കാൻ ഡിംപിളിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ഒരു ഡെക്കറേഷൻ സെറ്റ് നമ്മൾ ഓൺലൈനിൽ നിന്ന് വരുത്തിച്ചാണ് കേട്ടോ. ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കും നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്ഥിരം ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ എവിടെ നിന്നാണ് മേടിക്കുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയിൽ ചെയ്തു തരും. അപ്പോൾ പേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം പോകാൻ ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേനും തോമുവിനെ കൊണ്ട് ഡോൺ ചേട്ടൻ വന്നു. ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെലക്സ് മോളിലുള്ള ബാർബിക്യൂ നേഷനിലാണ് കേട്ടോ പോകുന്നത്. നിങ്ങളൊരു പാർട്ടിയൊക്കെ പ്ലാൻ ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സ്പേസ്, ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സ്പേസ് ഇതാണ് കേട്ടോ. ഇത് പ്രൊമോഷനും കാര്യങ്ങളും ഒന്നുമല്ല, നമ്മൾ വേർത്തായിട്ട് തോന്നിയൊരു കാര്യം പറയുകയാണ്. പെർ ഹെഡ് 426 or 430 ആണ് വരുന്നത്. അൺലിമിറ്റഡ് ഫുഡാണ്. അതിൽ 5 നോൺ വെജ്, അതായത് 5 തരം നോൺ വെജ് ഐറ്റംസ് കാണും. അതായത് ചിക്കൻ വിങ്സ്, ചിക്കൻ ഹണി, ഫിഷ്, അതുപോലെ തന്നെ ചിക്കൻ തന്നെ കുറച്ച് വെറൈറ്റീസ് കാണും. അതുപോലെ ഫിഷും ഉണ്ട്. പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാവും, ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, നൂഡിൽസ്, വെജ് വേണ്ടവർക്ക് വെജ് ഉണ്ട്, സൂപ്പുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് നമുക്കിവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല 430 റുപ്പീസാണ് ഇതിന് വരുന്നത്. ഡെസേർട്ട് വരുന്നുണ്ട്, കേക്ക്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, സാലഡ്സ് വരുന്നുണ്ട്, 2 തരം ഐസ്ക്രീം ഉണ്ട്, ഗുലാബ് ജാമുൻ, അങ്ങനെ എല്ലാം. കുൽഫിയല്ല, ചാർട്ട് ഐറ്റം എനിക്ക് തോന്നുന്നു പാനിപ്പൂരി ഉണ്ട്. ഗുലാബ് ജാമുൻ ഇന്ന് അങ്ങ് ഹൈ പീക്ക് ലെവലിലാണ് നിന്നത് കേട്ടോ. ഭയങ്കര നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഒന്നും കൂടെ സൗകര്യമായിരിക്കും. നമ്മുടെ സെലക്സ് മോളിലാണ് ഇവിടെ ബാർബിക്യൂ നേഷൻ തൃശ്ശൂരുള്ളത് കേട്ടോ. 430 രൂപ. നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുമായിട്ട് ഇവിടെ കുറേ സാധനങ്ങൾ മേടിക്കുമ്പോൾ നല്ല ഒരു എമൗണ്ട് ആവില്ലേ. അതിന് പകരം ഇപ്പം ഞങ്ങൾ 5 പേര് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് എത്ര രൂപയാവുന്ന 2130 സംതിങ്ങേ നമുക്ക് ആയിട്ടുള്ളൂ. അത് എക്സ്ട്രാ 2 ബോട്ടിൽ വാട്ടർ നമ്മൾ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. ഭയങ്കര വേർത്തിയാണ്. ഇതിലെ കോൺ ഐറ്റംസ് എല്ലാം എന്താ പറയുക, നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. മോറോവർ ഇറ്റ്സ് അൺലിമിറ്റഡ്. നമുക്ക് മതി എന്ന് പറയണ വരെ അവർ സ്റ്റാർട്ടേഴ്സ് വിളമ്പിക്കൊണ്ടിരിക്കും. ഈ സ്റ്റാർട്ടേഴ്സ് കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഓൾമോസ്റ്റ് ഡണ്ണാവും. എല്ലാവരും, അതായത് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടായിരുന്നു, തന്തൂരി അങ്ങനെ എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം എന്താ പറയുക, 100-ൽ 150 മാർക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു ടേസ്റ്റ്. അപ്പോൾ ആദ്യം ചെന്നപ്പോൾ തന്നെ ബാക്ക് ടു ബാക്ക് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ പ്ലേറ്റ് നിറഞ്ഞു എന്ന് വേണം പറയാനായിട്ട്.
അപ്പോൾ തോമുന് ദേ നമ്മൾ ലാസ്റ്റ് ആയപ്പോൾ കേക്കും സാധനങ്ങളും. അപ്പോൾ പിള്ളേർക്ക് ഫ്ലേവർ കുറച്ച് അല്ലെങ്കിൽ സ്പൈസി കുറച്ച് തരണമെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് അവർ നമുക്ക് സെറ്റ് ചെയ്ത് തരും കേട്ടോ. അതേ ഗുലാബ് ജാമുൻ എൻ്റെ ദൈവമേ ഇപ്പോൾ കാണുമ്പോൾ 5-6 ബാഗിലിടാമായിരുന്നു എന്ന് വരെ തോന്നിപ്പോയിട്ടോ. അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് ലഞ്ച് കഴിയാറായപ്പോൾ പിള്ളേരെ പോയി സ്കൂളിൽ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. നമ്മുടെ അഡൾട്ട്സിൻ്റെ കൂടെ തന്നെ കയറാം. അവർക്ക് എക്സ്ട്രാ പ്ലേറ്റ് അല്ല. എബോവ് 6 ഇയേഴ്സിനാണ് നമ്മൾ പേ ചെയ്യേണ്ടി വരിക. ഈ ഒരു 430 ആ ഒരു റേഞ്ചിൽ പേ ചെയ്യേണ്ടി വരിക. അല്ലെങ്കിൽ 6 ബിലോ ആണെങ്കിൽ നമ്മുടെ കിറ്റ് ഫ്രീ ആണ്. അഡൾട്ട്സിന് മാത്രം പൈസ കൊടുത്താൽ മതി. ഇവരെല്ലാം 6 ബിലോ ആയതുകൊണ്ട് ഇവർക്കെല്ലാം ഫ്രീ ആയിരുന്നു കേട്ടോ. ഇവർക്ക് വേണ്ടി നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മൾ കഴിച്ചതിന് കുറച്ച് ഭാഗം എന്താ പറയുക ഫ്രൈഡ് റൈസ്, ചില്ലി ഫിഷ്, അങ്ങനത്തെ കുറച്ച് സാധനം ഫ്രൈഡ് ഫിഷ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ചാക്കോയ്ക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ചാക്കോ കഴിച്ചില്ല. ചാക്കോയ്ക്ക് നാടൻ ഭക്ഷണങ്ങൾ, അതായത് ചോറ്, മോര്, അല്ല വീട്ടിലുണ്ടാക്കുന്ന മീൻ, അതൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ ഈ എന്താ പറയുക ഗ്രിൽഡ് ഐറ്റംസ് ഒന്നും വലിയ താല്പര്യമില്ലാന്ന് ഇന്ന് എനിക്ക് കണ്ടപ്പം മനസ്സിലായി. അങ്ങനെ വേഗം ദേ വീട്ടിൽ വന്ന് നമ്മൾ ആ കേക്ക് കട്ട് ചെയ്ത് അവസാനിപ്പിക്കുക എന്ന് വിചാരിച്ചു. കാരണം ഇത് കഴിഞ്ഞിട്ട് ഡൗൺ ചേട്ടന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. എന്താ പറയുക പെട്ടെന്ന് തന്നെ 5 വർഷങ്ങൾ അങ്ങനെ കടന്നു പോയി. ഞാൻ അമ്മയായ ദിവസം, ഞാൻ വ്യാഴാഴ്ചയാണ് പ്രസവിച്ചത്. ഇന്ന് വ്യാഴാഴ്ചയല്ലല്ലേ, ഇന്ന് ബുധനാഴ്ചയാണ്. എനിക്ക് തെറ്റുപറ്റി, ഞാൻ വിചാരിച്ചു വ്യാഴാഴ്ചയാണെന്ന്. സാഡ്. അപ്പോൾ ഞാൻ ചാക്കോയ്ക്കും പാച്ചുവിനും സെയിം ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അവർ ഉമ്മ കൊടുക്കുന്നത് ഞാൻ വേഗം മാറ്റിയതാണ് കേട്ടോ. കാരണം എനിക്ക് അവർ ഉമ്മ കൊടുക്കുന്ന കേട്ടോ ഞെട്ടലാണ്. അങ്ങനെ അവരെ കേക്ക് കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം കേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവരുടെ വിഷും കാര്യങ്ങളൊക്കെ നല്ല ഓൺ വോയിസിൽ നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരോടും റെഡി ആയിട്ട് നിൽക്കാൻ പറയാം. വീഡിയോ മമ്മി എടുക്കുക, ഡിംപിൾ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണാം. ഞാൻ എന്റെ എടുത്തോണ്ടിരിക്കുക, ലൈവാണ്. അപ്പൊ നമ്മള് തോമുന്റെ കേക്ക് മുറിക്കാൻ പോവാണ്. എല്ലാരും കുട്ടികളൊക്കെ ക്ലാപ്പ് ചെയ്യാട്ടോ. ഹാപ്പി ബർത്ത്ഡേ പഠിക്കാൻ പറ്റും. റെഡി 1 2 3. To you, happy birthday to you, happy birthday dear Tomo, happy birthday to you. May the good God bless you. May the good God bless you. Happy birthday dear Tomo. Happy birthday to you. Yay! Small piece on it. Thank you. അതെ 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 അമ്മയ്ക്ക് കൊടുക്ക അമ്മയ്ക്ക് കൊടുക്ക നീ അമ്മയ്ക്ക് കൊടുക്ക നീ അമ്മയ്ക്ക് കൊടുക്ക അമ്മയ്ക്ക് കൊടുക്ക. Happy birthday. No. I love you. ബോൾ തുപ്പിക്കോ, ബോൾ എടുക്കട്ടാ. ഡാഡി കൊടുക്ക. ഡാഡിനെ വിളിക്കേ. ഇവിടെ വരൂ. ആ ഡാഡി വായോന്ന് പറ. ഡാഡി കൊടുക്ക. മമ്മിക്ക് കൊടുക്ക. ക്യാമറ കൈമാറുന്നു. മമ്മിക്ക് കൊടുക്ക കേട്ടോ തോമോ. മമ്മി വരട്ടെ. വീഡിയോ എടുക്കണ്ടേ? ഒരു ഉമ്മ കൊടുക്ക കൊച്ചിന്. നിങ്ങളല്ലേ ഫ്രണ്ട്സ്. ഡ്രസ്സിലാക്കരുത് തോമോ. കൊച്ചിന് കൊടുത്താ നീ ഇല്ലല്ലോ. ഒരു അമ്പലം അങ്ങോട്ടൊരു ഡിംഗോളിഫിക്കേഷൻ നടന്നവര്. വയൽ നിറച്ചിട്ടാ ആ മുത്തുകൾ എടുക്കണ്ട കാര്യം. ഞാനേ ഒരു കാര്യം ചെയ്തിട്ട് അമ്മയ്ക്കൊക്കെ മാറ്റാം.
അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുകയാണ് കേട്ടോ. എൻ്റെ മോനെ ഇത്രയും സ്നേഹിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് നന്ദി. ഞങ്ങൾ മോളി വന്നതിന് ശേഷമാണ് തോമുവിന് ഗിഫ്റ്റ് കൊടുത്തത് കേട്ടോ. തോമുവിന് എന്തോ ഒരു റിമോട്ട് കാർ അപ്പയോട് ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ അപ്പോൾ കൊടുത്തു. അപ്പം ഞാൻ എന്ത് കൊടുത്തു എന്ന് നിങ്ങൾ പലരും ചോദിക്കും. ഞാൻ അവന് റിട്ടേൺ ഗിഫ്റ്റും കാര്യങ്ങളും മാഗ്നറ്റുകളൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് അവന് വേണ്ടി ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അപ്പ വാരിക്കോരി കവിഞ്ഞ് കൊടുക്കുന്നത് കൊണ്ട് ഞാനായിട്ട് അതിന് നിന്നില്ല കേട്ടോ. പിന്നെ മമ്മി ഗിഫ്റ്റ് തരും. മമ്മി എപ്പോഴും എന്താ പറയുക, മമ്മിയും അമ്മയൊക്കെ പൈസ ആയിട്ടാണ് തരിക. അപ്പോൾ അമ്മ തന്ന പൈസ ഞാൻ അവൻ്റെ പേരിൽ ഞാൻ കുറി ചേർന്നിട്ടുണ്ട്. എന്തായാലും ഡോൺ ചേട്ടൻ ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു അവൻ്റെ പേരിൽ ചേർന്ന കുറിയിൽ ആ പൈസ ഞാൻ അടയ്ക്കും. നമ്മൾ എന്താ പറയുക, കൂടുതൽ പ്ലാനിങ് ചെയ്യുമ്പോൾ വരുന്ന, അതായത് പ്ലാനിങ് കൂടുമ്പോൾ നമ്മൾ പൈസ കുറേ മാറ്റി വെക്കും. എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ മാറ്റി വെക്കും. അങ്ങനെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് തുടങ്ങിയൊരു സമ്പാദ്യശീലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമ്മൾ ഫ്രൈഡേ വീട്ടിൽ കോട്ടയത്ത് പോവാണ് കേട്ടോ. ഇനി 2-3 ദിവസം കോട്ടയം വ്ളോഗ് വരും. ഒട്ടും മിസ്സാക്കണ്ട, കണ്ടോളൂ കേട്ടോ. കീപ് സപ്പോർട്ടിങ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.